നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് സഞ്ജു ടെക്കിക്കെതിരെയുള്ള പുതിയൊരു അപ്ഡേറ്റ്സ് ആണ്. അതായത് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഒരുക്കി വിവാദത്തിലായി നല്ല നടപ്പിന് MVD ശിക്ഷിച്ച സഞ്ജു ടെക്കിക്കെതിരെ അതുമാത്രം പോരാ, കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് ഡയറക്റ്റ് ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സഞ്ജു ടെക്കിക്കെതിരെ സ്വീകരിച്ച നടപടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ അറിയിക്കണമെന്നാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം. അതേപോലെ തന്നെ NVDയിൽ നിന്ന് ഡയറക്റ്റ് കേരള പോലീസിലേക്ക് കേസ് കൈമാറുന്നതായിരിക്കും. അതേപോലെ ഓൾറെഡി MVDയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സഞ്ജു ടെക്കിയുടെ വാഹനം, അതായത് കാർ ടാറ്റ സഫാരി, കേരള പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് മാറ്റി എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം ചാനലുകാരെയും അതേപോലെ തന്നെ കേരള പോലീസിനെയും കേരള MVDയെയും സർക്കാരിനെയൊക്കെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ സഞ്ജു ടെക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് 10 ലക്ഷം രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത റീച്ചാണ് തനിക്കിപ്പോൾ ചാനലുകാരും സർക്കാരൊക്കെ ഒരുക്കി തന്നത്. അതിന് നന്ദി അറിയിച്ച് പരിഹാസ രൂപേണയുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി ഈ ഒരു ചാനലുകാരുടെ ന്യൂസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഡയറക്റ്റ് ഇടപെട്ടിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ സഞ്ജു ടെക്കിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ച നടപടികൾ കോടതിയെ അറിയിക്കുക. അതേപോലെ തന്നെ സർക്കാരിന് കൊടുത്തിട്ടുള്ളത് കടുത്ത നടപടി എടുക്കാനാണ്. അതായത് നല്ല നടപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ശിക്ഷയായിരുന്നു MVD കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അതുമാത്രം പോരാ, കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ അതേപോലെ ഈ മോട്ടോർ വാഹന നിയമങ്ങളൊക്കെ ലംഘിക്കുന്ന ബ്ലോഗേഴ്സിനൊക്കെ കർശന നടപടികൾ എടുക്കാനാണ് ഹൈക്കോടതി പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസ് MVDയിൽ നിന്ന് പോലീസിലേക്ക് മാറുമ്പോൾ തന്നെ സഞ്ജു ടെക്കി ജയിലിൽ ഇരുന്ന് ഇനി വീഡിയോ ഇടേണ്ടി വരും എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സഞ്ജു ടെക്കിക്കെതിരെ കേസെടുക്കും, പുള്ളിക്കാരൻ ജയിലിലും ആകും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ജയിലിലിരുന്ന് തൻ്റെ റീച്ച് കൂട്ടാൻ സഞ്ജു ടെക്കിക്ക് കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.